ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം ചിലമ്പ് ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുകയാണ്. ഈ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായി നമ്മുടെ സ്കൂളിൻ്റെ ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ സാനുമോഹൻ അവറുകളെ ആദരവോടെ ക്ഷണിക്കുകയാണ്. ചിലമ്പ് 2026 ഈ വർഷത്തെ വാർഷികത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഇതിന് ആദ്യമായി ഈശ്വര പ്രാർത്ഥനയാണ്. അതിനായി വിദ്യാർത്ഥികളെ ക്ഷണിക്കുന്നു. ജഗദീശ്വരാ അറിവിൻ കണങ്ങളും അറിവിൻ കണങ്ങളും അടിയങ്ങൾ കേകണേ തമ്പുരാനേ. നിന്നെ വാഴ്ത്തുന്ന നാവുകൾ നൽകിയും നിന്നെ കേൾക്കുവാൻ കാതുകൾ നൽകിയും നിന്നെ സ്മരിക്കുന്ന മനസ്സുകൾ നൽകിയും ഞങ്ങളെ കാക്കണേ ലോകനാഥ. നിത്യവും സത്യമായി ഞങ്ങൾ തൻ ചാരത്ത് നിഴലായി നിൽക്കുന്ന ജഗദീശ്വരാ അറിവിൻ കണങ്ങളും അറിവിൻ കണങ്ങളും അടിയങ്ങൾ കേകണേ തമ്പുരാനേ. അടിയങ്ങൾ കേകണേ തമ്പുരാനേ. അടിയങ്ങൾ കേകണേ തമ്പുരാനേ. ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിനായി സ്കൂളിൻ്റെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ശ്രീമതി നിത നായരെ ക്ഷണിക്കുന്നു. വേദിയിലുള്ള ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ KC സാനുമോഹൻ, PTA പ്രസിഡന്റ്, ഉദ്ഘാടകനായി എത്തിയിട്ടുള്ള വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ C സാബു സർ, വിശിഷ്ടാതിഥി എത്തിയിരിക്കുന്ന ശ്രീ ജയകൃഷ്ണൻ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ശ്രീ ബിജു സർ, ശ്രീ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ സബീന, SMC ചെയർമാൻ ആൻസി, PTA വൈസ് പ്രസിഡന്റ് ശ്രീ അരുൺ, നമ്മുടെ വാർഡ് കൗൺസിലർ ശ്രീ അർജുനൻ സർ, നമ്മുടെ HM രമണ മുരളി ടീച്ചർ, പ്രിയപ്പെട്ട PTA പ്രതിനിധികളെ, അധ്യാപകരെ, രക്ഷകർത്താക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് നമ്മുടെ വാർഷികാഘോഷം നടക്കുന്ന സുദിനമാണ്. ചിലമ്പ് 2026 എന്ന നാമകരണം ചെയ്യപ്പെട്ട ഈ ചടങ്ങിലേക്ക് എത്തിയിട്ടുള്ള എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇതിലേക്കായി പ്രത്യേകം പറയേണ്ടത്, ഒരു വർഷത്തെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഏതാണ്ട് സമാപ്തിയിലെത്തി നിൽക്കുന്ന ഈ വേളയിൽ നല്ലൊരു ദിവസം, മഴയൊന്നുമില്ലാതെ അധികം വെയിലില്ലാതെ നമുക്കിരിക്കാൻ കിട്ടുന്ന ഒരു ദിവസം, നിറയെ നല്ല പരിപാടികളുമായി നമ്മുടെ കുട്ടികൾ ജില്ലാ കലോത്സവത്തിലേക്ക് മേന്മ തെളിയിച്ചതാണ്. ആ പരിപാടികളും നമ്മുടെ പ്രത്യേക വാർഷികാഘോഷത്തിന് ആയി തയ്യാറെടുത്തിരിക്കുന്ന പരിപാടികളുമൊക്കെയായി ഇനിയുള്ള നിമിഷങ്ങളിൽ അണിനിരക്കുകയാണ്. മാത്രമല്ല കഴിഞ്ഞ വർഷത്തെ നമ്മുടെ റിസൾട്ടിന് മാറ്റുകൂട്ടിയ ഏറെ പ്രതിഭകൾ ഈ ചടങ്ങിന് സാക്ഷിയായിട്ടുണ്ട്. ഏതാണ്ട് 77 വിദ്യാർത്ഥിനികൾക്ക് നമുക്ക് 10ാം ക്ലാസ്സിൽ A+ നേടുകയുണ്ടായി. 32 വിദ്യാർത്ഥിനികൾ ഫുൾ A+ +2 നേടുകയുണ്ടായി. 36 പേർക്ക് USS സ്കോളർഷിപ്പ് നേടാനായി. 5 പേർക്ക് NMMS സ്കോളർഷിപ്പ് നേടാനായി. ഇവരെ എല്ലാവരെയും നമ്മൾ ഈ വേദിയിൽ അനുമോദിക്കുകയാണ്. നമ്മുടെ മുത്തശ്ശി പള്ളിക്കൂടം നെടുമങ്ങാട് നഗരസഭയുടെ ഹൃദയഭാഗത്ത് തന്നെ വിരാജിക്കുന്ന ഈ മുത്തശ്ശി പള്ളിക്കൂടത്തിന് ഏറെ മേന്മകൾ പതിറ്റാണ്ടുകളായിട്ട് ഉണ്ട്.
ഇപ്പോൾ നമുക്ക് നല്ല നല്ല കെട്ടിടങ്ങൾ നമ്മുടെ MLA-യും മന്ത്രിയുമായ അഡ്വക്കേറ്റ് GR അനിൽ പരിശ്രമ ഫലമായി നമുക്ക് നേടാനായിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ നെടുമങ്ങാട് നഗരസഭ ഏറെ ശ്രദ്ധ കൊടുക്കുന്ന ഒരു പള്ളിക്കൂടം തന്നെയാണ് നമ്മുടേത്. നമുക്ക് ജലദൗർലഭ്യം ഉണ്ടായപ്പോൾ വാട്ടർ ടാങ്ക്, നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനായി ബെഞ്ച്, ഡെസ്ക്, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, അങ്ങനെ കമ്പ്യൂട്ടർ ലാബ് സജ്ജീകരിക്കാൻ കമ്പ്യൂട്ടേഴ്സ്, ഇങ്ങനെ നിരവധി പദ്ധതികൾ, നമ്മുടെ പ്രഭാത ഭക്ഷണം, ഇങ്ങനെ നിരവധി പദ്ധതികൾ നമ്മുടെ സ്കൂളിൽ നടത്തുന്നുണ്ട്. ഇതിനെല്ലാം മുന്നിൽ നിന്ന് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസറായി ഇരിക്കാനുള്ള ഭാഗ്യവും എനിക്ക് സിദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ നഗരസഭയിലെ സൗകര്യങ്ങൾ, നമ്മുടെ വിദ്യാലയങ്ങൾ, നഗരസഭയുടെ പ്രവർത്തന ഫലമായ നമ്മുടെ സൗകര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ വിദ്യാലയങ്ങൾ കൂടി തന്നെ വരുന്നുണ്ട്. നമ്മുടെ റിസൾട്ടും അത്തരത്തിൽ തന്നെയുള്ളതാണ്. നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് റിസൾട്ട് പരിശോധിച്ചാൽ നമ്മുടെ സ്കൂള് ഒട്ടുമേ പിറകിലല്ലതാനും. സ്പോർട്സ് രംഗത്താകട്ടെ ധാരാളം 41ഓളം മെമൻറ്റോസാണ് നമ്മളിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സംസ്ഥാന തലത്തിലും നാഷണലിലും ഇൻ്റർനാഷണൽ ഫേമരായ കുട്ടികൾ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നുണ്ടെന്നുള്ള സന്തോഷപൂർവ്വം ഈ വേദിയിലിരിക്കുന്ന എല്ലാവരെയും, സദസ്സിലുള്ള എല്ലാവരെയും അറിയിക്കുന്നതിൽ ഞാൻ താല്പര്യപ്പെടുന്നു. എന്തായാലും ഏറെ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ KC സാനുമോഹൻ, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന KC സാനുമോഹനെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഉദ്ഘാടകരായി എത്താമെന്ന് അറിയിച്ചിരുന്നത് നമ്മുടെ നഗരസഭാ ചെയർമാനാണ് അഡ്വക്കേറ്റ് R ജയദേവൻ അവർകൾ. ഏറെ തിരക്കുകൾ ഉള്ളതുകൊണ്ടും കുറേ അധികം പരിപാടികളിൽ പങ്കെടുക്കേണ്ടതുള്ളതുകൊണ്ടും സാറ് തന്നെ ഈ സ്കൂളിലേക്ക് അല്പം മുൻപ് വന്ന് അസൗകര്യം അറിയിച്ച് മറ്റു പരിപാടിയിലേക്ക് മടങ്ങുകയാണ് ഉണ്ടായത്. സാറിൻ്റെ അസാന്നിധ്യത്തിലും സാറിനെ ഓർമ്മിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. സാറിൻ്റെ അസാന്നിധ്യത്തിൽ ഈ കർമ്മം ഏറ്റെടുത്തത് നമ്മുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ശ്രീ C സാബു അവർകൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് നഗരസഭയിലെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹത്തെ നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി കിട്ടിയതിൽ ഞാൻ അതീവ കൃതാർത്ഥയാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിന്ന് നയിക്കാനും നമുക്ക് മാർഗനിർദ്ദേശങ്ങളും നൽകുന്ന അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടെ ആദരവോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അതിഥിയായിട്ടുള്ള ശ്രീ ജയകൃഷ്ണൻ, നിങ്ങൾക്ക് ഏവർക്കും ഏറെ പരിചയം കാണും. മഞ്ഞുപോലൊരു പെൺകുട്ടിയിലെ നടൻ, അങ്ങനെ മോഹൻലാലിനൊപ്പവും മറ്റും വളരെയധികം സിനിമകളിൽ ആക്ട് ചെയ്തിട്ടുള്ള, നമ്മുടെ ഹാൾ മുറിയിൽ നിത്യ സാന്നിധ്യമായി സീരിയലുകളിലെ ആക്ടിങ്ങിലൂടെ നമുക്ക് പരിചിതമായിട്ടുള്ള മുഖമാണ്. സോൾട്ട് ആൻഡ് പെപ്പർ എന്ന കൗമുദിയിലെ ഒരു ഷോയുണ്ട്, അതിൻ്റെ അവതാരകനാണ്, അസോസിയേറ്റ് ഡയറക്ടറാണ്. അങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ശ്രീ ജയകൃഷ്ണനെ ഏറെ ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ചെയർമാനും നമ്മുടെ ഈ സദസ്സിൽ ഈ വേദിയിലുണ്ട്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ശ്രീ ബിജു സർ നമ്മുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു 2 ടേമിൽ, അതായത് 10 വർഷത്തോളം ആരോഗ്യവും വിദ്യാഭ്യാസവും കൈകാര്യം ചെയ്തത് സാറ് തന്നെയായിരുന്നു. ഞാൻ ഈ സ്കൂളിലേക്ക് വരുമ്പോൾ അക്കാഡമിക് കൗൺസിലിൽ പ്രധാനമായും അക്കാഡമിക് കൗൺസിൽ കൊണ്ടുപോയിരുന്നത്, ഇല്ലെങ്കിൽ അതിലെ ഐഡിയാസൊക്കെ പ്രദാനം ചെയ്തിരുന്നത് സാറ് തന്നെയായിരുന്നു. നമ്മുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ ശ്രീമതി വസന്തകുമാരി മാഡത്തിനോടൊപ്പം ഏറെ ബഹുമാന്യനായ അദ്ദേഹം ഈ അക്കാഡമിക് കൗൺസിലിനെ സജീവമായി തന്നെ കൊണ്ടുപോയിരുന്നു. സാറ് ഇനി നഗരസഭയിലെ ആരോഗ്യ മേഖലയിൽ കാതലായ മാറ്റങ്ങൾ വരുത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. സാറിനെ ഏറെ ബഹുമാനത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ശ്രീമതി സബീന മാം നമ്മുടെ MPTA പ്രസിഡൻ്റാണ്, നമ്മുടെ PT എക്സിക്യൂട്ടീവ് മെമ്പറാണ്. നഗരസഭയെ നന്നായി അറിയുന്ന, സാധാരണ മനുഷ്യരുടെ ആവശ്യങ്ങൾ നേരിട്ടറിയുന്ന സബീന മാമിന് ഏറെ കാര്യങ്ങൾ ഈ രംഗത്ത് ചെയ്യാനായുണ്ട്. എല്ലാ ആശംസകളും പിന്തുണകളും നൽകി ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സബീന മാമിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വാർഡ് കൗൺസിലർ അർജുനൻ സർ, ഞാൻ ഈ സ്കൂളിൽ ജോലി ചെയ്യാൻ വരുമ്പോൾ തന്നെ പരിചയപ്പെട്ട ഇല്ലെങ്കിൽ പരിചയമുള്ള മുഖങ്ങളിലുള്ള ആളാണ് സാറ്. നമ്മുടെ സ്കൂളിൽ എന്ത് സമരമുണ്ടായാലും എന്ത് നല്ല കാര്യങ്ങൾ നടന്നാലും അതിനെല്ലാവിധ പിന്തുണയും നൽകി നമ്മുടെ അധ്യയനത്തിന് ഒരു കോട്ടവും തട്ടാതെ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ ചടങ്ങുകളിലൊക്കെ നിറസാന്നിധ്യമായി ഉള്ള ആളാണ്. സാറിനെ ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വേദിയിലുള്ള ശ്രീ അൻസിൽ SMC ചെയർമാൻ, ഞാൻ പല ആവർത്തി പറഞ്ഞതുപോലെ നമ്മുടെ സ്കൂളിലെ ഏതൊരാവശ്യവും കണ്ടറിഞ്ഞ് എനിക്ക് നന്മയുള്ള ഒരു മുഖമായി എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ എൻ്റെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു മുഖം തന്നെയാണ്. ശ്രീ അൻസലിനെ ഏറെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. PTA പ്രസിഡന്റ് വൈസ് പ്രസിഡന്റായ ശ്രീ അരുൺ ഏതാണ്ട് 2 ടേമായിട്ട് PTA വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്. അതിനു മുമ്പ് PTA എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. ശ്രീ അരുണിന് നമ്മുടെ സ്കൂളിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നല്ല ധാരണയുണ്ട്. നമ്മുടെ ബസ് കമ്മിറ്റി, ടൂർ കമ്മിറ്റി ഇതൊക്കെ സജീവമാക്കുന്നത് ശ്രീ അരുണിൻ്റെ പരിശ്രമ ഫലമായിട്ടാണ്. ശ്രീ അരുണിനെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ PTA എക്സിക്യൂട്ടീവ് അംഗമായ നജീബ് സാർ ഈ വേദിയിലുണ്ട്. നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് ഒരു പ്രമുഖ വ്യക്തിയാണ് അദ്ദേഹം. ഏറെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ HM-ആയ രമണി മുരളി ടീച്ചറിനെ നിങ്ങൾക്ക് ആർക്കും തന്നെ അപരിചിതയല്ല. നമ്മുടെ സ്കൂളിൽ എന്ത് പ്രവർത്തനങ്ങളുണ്ടെങ്കിലും എന്തിനും മുന്നിൽ നിന്ന് നയിക്കുന്ന, ചുക്കാൻ പിടിക്കുന്ന, എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ശ്രീമതി രമണി മുരളി ടീച്ചറിനെ ഏറെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിലെ സീറ്റ് പങ്കിടാതെ നമ്മുടെ വേദിയിൽ സൈഡിലായിട്ട് നിൽക്കുന്ന ശ്രീ സജയൻ സാറിനെ എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ പ്രിയപ്പെട്ട സജയൻ സാർ നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറിയാണ്. സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ സജയൻ സാറിൻ്റെ സാന്നിധ്യമില്ലാതെ നമ്മൾ മുൻപോട്ട് പോകാറില്ല. സജയൻ സാറിനെയും ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ വാർഷികം പുതുമയുള്ളതും ഓർമ്മിക്കത്തക്കതുമാക്കുന്നത് നമ്മുടെ സ്കൂളിലെ അധ്യാപകരാണ്. നമ്മൾ ഓരോ കമ്മിറ്റികളിലായിട്ട് അധ്യാപകരെ വിന്യസിച്ചിട്ടുണ്ട്. എല്ലാവരും തന്നെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിരിക്കുന്നു. എല്ലാ അധ്യാപകരെയും ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ രക്ഷകർത്താക്കളുണ്ട്, വിദ്യാർത്ഥിനികളുണ്ട്. രക്ഷകർത്താക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ നെടുന്തൂണ് തന്നെയാണ്. നമ്മുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് രക്ഷിതാക്കൾ തന്നെയാണ്. രക്ഷിതാക്കളും അധ്യാപകരും ഒന്നിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ വിദ്യാലയത്തിന്, വിദ്യാർത്ഥിനികൾക്ക് നന്മ ഉതകാനാവൂ. എല്ലാ രക്ഷിതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, എത്ര പറഞ്ഞാലും മതിയാകാത്ത, നമ്മളെയൊക്കെ ഇവിടെ ഒന്നിപ്പിക്കുന്ന ഘടകമായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, 5 മുതൽ 12 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ C. സാബു, നമ്മുടെ ഗസ്റ്റ് മഞ്ഞുപോലി പെൺകുട്ടി എന്ന സിനിമയിലെ നായകനായി വെള്ളിത്തിരയിലും സീരിയലിലൊക്കെ സജീവമായി നിൽക്കുന്ന
പ്രധാനപ്പെട്ട ചലച്ചിത്ര താരം ശ്രീ ജയകൃഷ്ണൻ, അതുപോലെ തന്നെ നെടുമങ്ങാട് നഗരസഭയിലെ ഹെൽത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ SS ബിജു, നമ്മുടെ MPTA പ്രസിഡന്റും നെടുമങ്ങാട് നഗരസഭയിലെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ശ്രീമതി സബീന, നെടുമങ്ങാട് നമ്മുടെ ഈ സ്കൂളിൻ്റെ വാർഡിൻ്റെ കൗൺസിലർ ശ്രീ അർജുനൻ, സ്കൂളിൻ്റെ SMC ചെയർമാൻ ശ്രീ അൻസിൽ, PTA വൈസ് പ്രസിഡന്റ് ശ്രീ അരുണ്, സ്റ്റാഫ് സെക്രട്ടറി സജീവ്കുമാർ സാർ, സ്കൂളിൻ്റെ HM രമണി മുരളി ടീച്ചർ, നമ്മുടെ SMCയിലെ നജി, അതുപോലെ തന്നെ SMCയിലെ അജീം ഖാൻ, ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, മക്കളെ, നിങ്ങളെല്ലാം ഒരു കുറച്ച് സമയം, നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്, നിങ്ങളോട് വളരെ കുറച്ച് മാത്രം എല്ലാവരും സംസാരിക്കൂ. ഒന്ന് കൂടുതലായി ആരും പ്രസംഗിക്കൂല. എല്ലാവരും വളരെ കുറച്ച് വാക്കുകളിൽ വർത്തമാനം ഒതുക്കും. പൊതുവെ പ്രസംഗം ഇഷ്ടപ്പെടാത്തവരാണ് നിങ്ങളെന്നറിയാം. മനോഹരമായ പാട്ട് കേട്ടാൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. പ്രസംഗം നിങ്ങൾ പൊതുവെ ഇഷ്ടപ്പെടുന്നില്ലെന്നറിയാം. എന്നാലും എല്ലാവരും വളരെ കുറച്ച് സംസാരിക്കും. വളരെ നിശബ്ദരായി ഈ ചടങ്ങിൽ ഇരിക്കണമെന്ന് പ്രിയപ്പെട്ട മക്കളോട് അഭ്യർത്ഥിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ഒരു വർഷത്തെ വാർഷികമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവരെ സ്കൂൾ ക്യാമ്പസിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ് സ്കൂളും ഇതുപോലുള്ള വാർഷികങ്ങളൊക്കെ തന്നെ സമ്മാനിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെല്ലാം ഇന്ന് പുതിയ കളർ ഡ്രസ്സിലെല്ലാം തന്നെ സ്കൂൾ വന്നിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു വർഷത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും മികച്ച അധ്യാപനവും അതുപോലെ തന്നെ റിസൾട്ടും ഒക്കെയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, കലയിലും സാഹിത്യത്തിലും സ്പോർട്സിലും ഒക്കെ ആയി നമ്മുടെ സബ് ജില്ലയിലും സ്റ്റേറ്റിലും ഒക്കെ പോയിട്ട് വന്ന, നാഷണലിലും ഇന്റർനാഷണലിലും അടക്കം പോയിട്ട് വന്ന വിദ്യാർത്ഥികളാണ് നമുക്കുള്ളത്. ഏറ്റവും അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, മെനഞ്ഞാന്ന് നമ്മുടെ മാതൃഭൂമിയിൽ വന്നൊരു വാർത്ത, ആദ്യം നമ്മുടെ PTA സുധീറാണ് പിന്നെ ഇതാദ്യം നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇടുന്നത്. പക്ഷെ അത് കഴിയുമ്പോഴേ എന്നെ ഒരു പഴയ അധ്യാപകൻ, എൻ്റെ സുഹൃത്തായിട്ടുള്ള സപ്തപുരം അപ്പുക്കുട്ട സാർ ഇങ്ങനെ വിളിക്കുകയാണ്. ഞാൻ മാതൃഭൂമി വാരിക്കാരനല്ലാത്തതുകൊണ്ട് ഞാൻ പത്രം വായിക്കാത്തതാണ്. കൃഷ്ണ എന്ന് പറയുന്ന കുട്ടിയെ കുറിച്ചാണ് പറയുന്നത്. ആ കൃഷ്ണയുടെ നമ്മുടെ ഹയർ സെക്കൻഡറിയിലെ വിദ്യാർത്ഥി കൃഷ്ണ നമ്മുടെ സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ 2 അമ്മൂമ്മമാർ ചേർന്ന്, തൊഴിലുറപ്പിന് പോകുന്ന 2 അമ്മൂമ്മമാർ ചേർന്ന് നമ്മുടെ കൃഷ്ണയ്ക്ക് വേണ്ട സാമ്പത്തികമെല്ലാം സ്വരൂപിച്ച് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മനോഹരമായ, നമ്മളെ നമ്മളെ ഹൃദയത്തോട് അടുപ്പിക്കാൻ തോന്നുന്ന ഒരു വാർത്തയാണ് മാതൃഭൂമിയിലൂടെ മെനഞ്ഞാന്ന് കണ്ടത്. അത്രയും മിടുക്കരായ കൃഷ്ണയെ ഓർമ്മിക്കുന്നു, വളരെ ആദരവ് ഓർമ്മിക്കുന്നു. അത്ര ഏറ്റവും മിടുക്കരായ കുട്ടികളാണ്. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് നേപ്പാളിൽ പോയ ഇന്റർനാഷണൽ മത്സരത്തിൽ പോയ കുട്ടികളടക്കം ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികളാണ്. അങ്ങനെയുള്ള വിദ്യാർത്ഥികളുള്ള ഈ സ്കൂളിൻ്റെ വാർഷികമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. നമുക്കറിയാം, സ്കൂളുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചില പ്രതിസന്ധികളൂടെ ഉണ്ട്. നമുക്കറിയാം, 2015 വിദ്യാഭ്യാസ സംരക്ഷണത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടുള്ള ഒരു പൊതുപരിപാടിയുടെ ഭാഗമായി സർക്കാർ സ്കൂളുകളിലേക്ക് ഒരു ഒഴുക്കായിരുന്നു. നമുക്കറിയാം, അന്ന് ഈ പറഞ്ഞ പ്രൈവറ്റ് സ്കൂളുകളെല്ലാം കളഞ്ഞ് വിദ്യാർത്ഥികളെല്ലാം നമ്മുടെ സ്കൂളിലേക്ക് വന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് ഒരു ജനനനിരക്കിൻ്റെയൊക്കെ പ്രശ്നം പറഞ്ഞു, സാങ്കേതികത്വം പറയുമ്പോഴും നമ്മളെല്ലാം നമ്മുടെയൊക്കെ സ്കൂളിലെ ചില പ്രതിസന്ധികളും നമ്മൾ കാണുന്നതാണ്. തൊട്ടടുത്തുള്ള എയ്ഡഡ് സ്കൂളുകൾ അവരുടെ മാനേജ്മെൻറ്റുകളൊക്കെ തന്നെ ചെയ്യുന്ന ചില പ്രവൃത്തിയിലൂടെ നമുക്കൊക്കെ വരേണ്ട അഡ്മിഷനാണ് ഈ പറഞ്ഞ അത്തരം സ്കൂളുകളിലേക്ക് പോകുന്നത്. എന്നാലും ഈ കഴിഞ്ഞ ദിവസം ഒരു രക്ഷകർത്താവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, ഈ UPയിലെ അഡ്മിഷനായി വന്ന കുട്ടികളെ സംബന്ധിച്ച് വളരെ പ്രതിസന്ധികളാണ് ഉണ്ടായിരുന്നത്. വളരെ മോശപ്പെട്ടൊരു എന്താ പറയാൻ ഒരു അധ്യാപന രീതി പോലെയൊക്കെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യും. കുട്ടികൾക്ക് വേണ്ടത്ര ക്ലാസ് ഇല്ല എന്നൊക്കെ ഒരു പരാതിയാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞത്. പക്ഷേ ഫസ്റ്റ് ടൈം പരീക്ഷയോട് എടുക്കുമ്പോൾ അതെല്ലാം മാറി. UPയിലെ അധ്യാപകരെല്ലാം ഏറ്റവും കാര്യക്ഷമമായിട്ടാണ് ഇടപെടുന്നത്. മക്കളെ എന്ന് ചേർത്ത് നിർത്തി അവരെ പഠിപ്പിക്കുന്നു, അവരെ കാര്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധാപൂർവം നോക്കുന്നു, രക്ഷകർത്താക്കളെ വിളിക്കുന്നു. ഏറ്റവും കാര്യമായി ഞങ്ങൾ വലിയ സന്തോഷത്തിലാണ്. ഞങ്ങൾ പുതിയ അഡ്മിഷന് വേണ്ടി ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന മറ്റു സ്കൂളുകളിൽ പോയ കുട്ടികളെ ഞങ്ങൾ തന്നെ ഇടപെട്ട് കൊണ്ടുവരുമെന്ന് UPയിലെ രക്ഷിതാക്കൾ പറയുന്നു. ആ നിലയിലേക്ക് അധ്യാപകർ ഇടപെടുന്നു. ഏറ്റവും നല്ല സ്കൂളായി മാറുന്നു. നമുക്കറിയാം, നമ്മുടെ പ്രൈവറ്റ് സ്കൂളുകളെയും മറ്റ് സ്കൂളുകളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ
നമ്മുടെയൊക്കെ സ്കൂളിൻ്റെ പ്രത്യേകത ഏറ്റവും മിടുക്കരായ, ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ള കഴിവുള്ള അധ്യാപകരാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സ്കൂളിൻ്റെ വാർഷികമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ആ വാർഷികം ഞാൻ കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല, ഇവരെല്ലാം സംസാരിക്കും, എല്ലാം വളരെ കുറച്ചേ സംസാരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം കുറയ്ക്കുന്നു. പിന്നെ എല്ലാവർക്കും ആശംസകൾ നേർത്തുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി ഈ പ്രോഗ്രാം, ഈ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുന്നതിനായി നെടുമങ്ങാട് നഗരസഭയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ സി സാബുവിനെ ക്ഷണിക്കുന്നു. PTA പ്രസിഡന്റ് ശ്രീ KC സാനുമോഹൻ, ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച ഏറെ ബഹുമാന്യയായ സ്കൂളിൻ്റെ പ്രിൻസിപ്പാൾ ശ്രീമതി നീത നായർ, ഈ ചടങ്ങിന് വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്ന ചലച്ചിത്രതാരം, എല്ലാവർക്കും പ്രിയപ്പെട്ട ശ്രീ ജയകൃഷ്ണൻ, ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാൻ എത്തിച്ചേർന്ന ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ SS ബിജു, നഗരസഭയുടെ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷ ശ്രീമതി സബീന ബീവി, ഈ വാർഡിൻ്റെ കൗൺസിലർ പ്രിയപ്പെട്ട അർജുനൻ, SMCയുടെ ചെയർമാൻ അൻസിൽ AN, PTA വൈസ് പ്രസിഡന്റ് ശ്രീ അരുൺ, സ്റ്റാഫ് സെക്രട്ടറി ശ്രീ സജീവ് കുമാർ S, ഈ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തുന്ന വൈസ് പ്രിൻസിപ്പാൾ ശ്രീമതി രമണി മുരളി ടീച്ചർ, ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, മറ്റധ്യാപകർ, ഇവിടെ PTA പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികൾക്ക് പ്രസംഗം തീരെ ഇഷ്ടമില്ല എന്നുള്ളതാണ് ആമുഖമായി നിങ്ങളുടെ PTA പ്രസിഡന്റ് സൂചിപ്പിച്ച്. അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു സുദീർഘമായ ഉദ്ഘാടന പ്രസംഗത്തിനൊരുങ്ങുന്നില്ല. പക്ഷെങ്കിലും ഈ മലയോര നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാലയമാണ് നെടുമങ്ങാട് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. വിദ്യാർത്ഥികളുടെ എണ്ണം കൊണ്ടും പഠന നിലവാരവും പരീക്ഷയിലെ റിസൾട്ടും വിദ്യാർത്ഥികളുടെ അച്ചടക്കവും എല്ലാം കൊണ്ട് നമ്മുടെ താലൂക്കിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിദ്യാലയമാണ് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇവിടെ നിന്ന് ഇനിയും നമുക്ക് ബഹുദൂരം പോവേണ്ടതായിട്ടുണ്ട്. കൂടുതൽ മികവുകളിലേക്ക്
പോവേണ്ടതായിട്ടുണ്ട്. ആ നിലയിലേക്ക് നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തനം, അധ്യയനം, പരീക്ഷാഫലം എല്ലാം മാറേണ്ടതായിട്ടുണ്ട്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിന് വലിയ ഊന്നൽ കൊടുക്കുന്ന സമീപനമാണ് കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നത്. ഒരു സന്ദർഭത്തിൽ കേരളത്തിലെ വിദ്യാലയങ്ങൾ വലിയ പ്രതിസന്ധി അഭിമുഖീകരിച്ചിരുന്ന സന്ദർഭമായിരുന്നു. നല്ല വിദ്യാഭ്യാസം കിട്ടണമെങ്കിൽ അൺഎയ്ഡഡ് സ്കൂളുകളിലേക്ക് പോയാലേ ആ വിദ്യാഭ്യാസം ലഭ്യമാവൂ എന്ന നിലയുണ്ടായിരുന്ന ഒരു സാഹചര്യമുണ്ട്. കേരളത്തിലെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും, എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടാണെങ്കിലും തങ്ങളുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു ജനസമൂഹമാണ് കേരളത്തിൻ്റെ. അത്തരം സാഹചര്യത്തിലാണ് നമ്മുടെ കുട്ടികൾ അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അയച്ചു പഠിപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ രക്ഷിതാക്കൾ തീരുമാനിച്ചു. വലിയ സാമ്പത്തിക ഭാരമാണ് അതിലൂടെ രക്ഷിതാക്കൾ നേരിടേണ്ടി വന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ സംസ്ഥാന ഗവൺമെൻറ് വിദ്യാഭ്യാസത്തിന് വലിയ ഊന്നൽ കൊടുത്തുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നവീനങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ചു. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തണം. പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടണമെങ്കിൽ സ്കൂളുകളുടെ പശ്ചാത്തല സൗകര്യ വികസനം ഉണ്ടാവണം. ഓലമേഞ്ഞ ഷെഡുകൾ മാറ്റി ആസ്പെറ്റോസ് ഷീറ്റും ഓടും മേഞ്ഞ കെട്ടിടങ്ങളും മാറ്റി പുതിയ മനോഹരമായ കെട്ടിടങ്ങൾ സാധ്യമാക്കി. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിനായി കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് 5000 കോടി രൂപയുടെ വികസനമാണ് കേരളത്തിലെ ഗവൺമെൻറ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കി. പൊതുവിദ്യാഭ്യാസ രംഗം മാത്രമല്ല, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗവും സമൂലമായ മാറ്റത്തിനും പരിഷ്കരണത്തിനുമാണ് ഈ കാലയളവിൽ വിധേയമായത്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ സർവകലാശാലകൾ എടുത്താൽ കേരളത്തിലെ സർവകലാശാലകളുണ്ടല്ലോ. രാജ്യത്തെ 100 കോളേജുകൾ എടുത്താൽ 10 കോളേജുകൾ കേരളത്തിലെ കോളേജുകളാണ് എന്ന നിലയിലേക്ക് പൊതുവിദ്യാഭ്യാസത്തിൻ്റെയും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെയും മാറ്റം കൊണ്ടുവരാൻ ഈ കഴിഞ്ഞ കാലയളവിൽ കേരളത്തിലെ ഗവൺമെൻറ്റിന് കഴിഞ്ഞു. അത് നമ്മുടെ സ്കൂളുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. സ്വകാര്യ മേഖലയിൽ നിന്ന് വിദ്യാർത്ഥികൾ നല്ല വിദ്യാഭ്യാസവും നല്ല പശ്ചാത്തല സൗകര്യവും മെച്ചപ്പെട്ട ലൈബ്രറിയും ലബോറട്ടറി സൗകര്യവും കമ്പ്യൂട്ടർ ലാബും എല്ലാം ഉള്ള സർക്കാർ സ്കൂളുകളിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി. അങ്ങനെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല വൻപിച്ച മാറ്റത്തിന് വിധേയമായി. റിസൾട്ടിൻ്റെ കാര്യത്തിൽ അഭിമാനകരമായ നേട്ടമാണ് ഈ കാലയളവിൽ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് കൈവരിക്കാൻ കഴിഞ്ഞത്. ഇന്നിപ്പോൾ ഈ സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് കഴിഞ്ഞ SSLC പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും A+ വാങ്ങിയ 77 വിദ്യാർത്ഥികളെ ഇവിടെ ആദരിക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ 58 വിദ്യാർത്ഥിനികളെയും USS പരീക്ഷയിൽ 36 കുട്ടികളെയും ഒക്കെ തന്നെ ഈ വേദിയിൽ ആദരിക്കപ്പെടുകയാണ്. മറ്റ് വിഷയങ്ങളിലേക്ക് പോകുന്നില്ല. അത്യാവശ്യം ഞങ്ങളുടെ പുതിയ നഗരാധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി നഗരസഭകൾക്ക് കൈമാറി കിട്ടിയ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ സ്കൂളുകൾ, ആ സ്കൂളുകളുടെ നില, പശ്ചാത്തല സൗകര്യം ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ട് എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കെല്ലാം ഉള്ളത്. ഞാൻ ടീച്ചറോട് പറഞ്ഞു, പ്രിൻസിപ്പളിനോട് പറഞ്ഞു, അത്യാവശ്യം നമുക്ക് വേണ്ട കുടിവെള്ളം, വൈദ്യുതി, ടോയ്ലറ്റ് സൗകര്യം അതെല്ലാം തന്നെ മെച്ചപ്പെടുത്തുന്നതിന് അടിയന്തര പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതുണ്ട്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങളിലേക്ക് നമ്മുടെ സ്കൂളിൻ്റെ അന്തരീക്ഷം മാറേണ്ടതുണ്ട്. ഈ സ്കൂളിന് ഗവൺമെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ നിയമസഭാ അംഗമായിട്ടുള്ള ശ്രീ GR അനിൽ കേരളത്തിൻ്റെ ഭക്ഷ്യവകുപ്പ് മന്ത്രി കൂടിയാണ്. കേരളത്തിൻ്റെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ GR അനിൽ പ്രത്യേക താല്പര്യമാണ് ഈ നിയോജക മണ്ഡലത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട്, സ്കൂളുകളോട് എല്ലാം സ്വീകരിച്ചിട്ടുള്ളത്.
ഞാൻ മറ്റു വശങ്ങളിലേക്ക് പോകുന്നില്ല. കൂടുതൽ അച്ചടക്കമുള്ള ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. വിദ്യാർത്ഥികളുടെ ആ സ്വഭാവ രൂപീകരണം നടക്കേണ്ടത് സ്കൂളുകളിലാണ്. ആ സ്കൂളുകളിൽ നല്ല സ്വഭാവ രൂപീകരണം സൃഷ്ടിക്കുന്നതിന് നമ്മുടെ അധ്യാപകർ നല്ലതുപോലെ ശ്രമിക്കുന്നുണ്ട്. അവരോടൊപ്പം സഹകരിക്കുന്നതിന്, പഠനത്തിനും സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിനും, കുടുംബങ്ങളിൽ നല്ലതുപോലെ ഇടപെടാനും സമൂഹത്തിൽ ഇടപെടാനും നമ്മുടെ കുട്ടികൾക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ നല്ല വിദ്യാഭ്യാസ മികവുള്ളവരായി പഠിച്ചു വളരുകയും ഉയർന്ന ജീവിത സാഹചര്യങ്ങളിലേക്ക് എത്തിച്ചേരുകയും വേണം. അതിനുവേണ്ട എല്ലാ സൗകര്യവും ഗവൺമെന്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ഒപ്പം അധ്യാപകരും PTA എല്ലാം തന്നെ ആ സൗകര്യം ഒരുക്കുകയാണ്. ആ സൗകര്യങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സ്കൂളിന്റെ അന്തസ്സും അഭിമാനവും ഇനിയും ഉയർത്തുന്നതിന്, നിങ്ങളുടെ ഭാവി കൂടുതൽ സമ്പന്നമാക്കുന്നതിന് കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ സ്കൂൾ വാർഷിക പൊതുയോഗം, ഈ ചടങ്ങ് ചിലമ്പ് 2026 ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സ്നേഹപൂർവ്വം പ്രസംഗിക്കുന്നു. അടുത്തതായി നമ്മുടെ മുഖ്യ അതിഥിയാണ്. 23 വർഷത്തിന് മുമ്പ് മലയാളത്തിൽ ഇറങ്ങിയ ഒരു സിനിമയുണ്ട്, മഞ്ഞുപോലൊരു പെൺകുട്ടി. നിങ്ങളൊക്കെ ചില ആളുകൾ, നിങ്ങളൊന്നും ഇല്ല അന്നത്തെ ചോക്ലേറ്റ് ബോയിയാണ് ശ്രീ ജയകൃഷ്ണൻ. അന്ന് മലയാളത്തിലെ ഹിറ്റ് സിനിമയാണ് മഞ്ഞുപോലൊരു പെൺകുട്ടി. മനോഹരമായ പാട്ടൊക്കെ ഉള്ള ഒരു നല്ല സിനിമയാണ്. അതിൽ നായകനായി അദ്ദേഹം ഇപ്പോഴും മലയാള സിനിമയിൽ വളരെ സജീവമായിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ, അദ്ദേഹമാണെന്ന് നമ്മുടെ സമ്മാനദാനം നിർവഹിക്കുന്നത്. അദ്ദേഹത്തെ മുഖ്യ അതിഥിയായ ശ്രീ ജയകൃഷ്ണനെ മുഖ്യ പ്രഭാഷണത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മറ്റ് വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യമായിട്ടല്ല ഈ വേദിയിൽ നിൽക്കുന്നത്. അദ്ദേഹം പറഞ്ഞ പോലെ എൻ്റെ ആദ്യ സിനിമ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ ആരും ജനിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങളൊക്കെ ജനിക്കുന്നതിന് ഒരുപാട് വർഷം മുമ്പ് ഞാൻ ഈ വേദിയിൽ ഞാൻ പ്രോഗ്രാംസ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ പഠിച്ചത് 8th വരെ ഞാൻ പഠിച്ചത് നെടുമങ്ങാട് ദർശന സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞ് 9ഉം 10ഉം ഞാനൊരു ഗവൺമെൻറ് സ്കൂളിൽ, പാലോടെന്ന് പറയുന്ന സ്ഥലത്ത് ഗവൺമെൻറ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. എനിക്കൊന്നും ആ 8th വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് എനിക്ക് ഇവിടെ പെർഫോം ചെയ്യാനൊക്കെ ഉള്ള സാഹചര്യമൊക്കെ ഉണ്ടാവുന്നതും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവുന്നതും. അപ്പോൾ വർഷങ്ങൾക്കിപ്പുറം ഈ വേദിയിൽ വന്ന് നിൽക്കുമ്പോൾ പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ മനോഹരമായിട്ട് മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉദ്ഘാടകൻ, അദ്ദേഹം ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ അദ്ദേഹം പറഞ്ഞ പോലെ നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് എനിക്കൊന്ന് കൂടുതൽ മുൻതൂക്കത്തോടുകൂടി ഇപ്പോൾ കുട്ടികൾ വരുന്നു, അല്ലെങ്കിൽ പല ഫാമിലിയിലും അങ്ങനെയുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം അതെടുത്ത് പറയാൻ കാരണം 8th വരെ ഞാൻ പഠിച്ചത്, ഞാൻ പറഞ്ഞു, നെടുമങ്ങാട് ദർശനയിലാണ് പഠിച്ചത്. അപ്പോൾ ഈ 9ഉം 10ഉം പഠിച്ച NSS എന്ന് പറയുന്ന ഗവൺമെൻറ് സ്കൂളിലാണ് ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു പല രീതികളുള്ള മാനസികമായിട്ടും മറ്റ് കലാപരമായിട്ടുമുള്ള പല യാത്രകൾക്കും ഒരു തുടക്കമാവുന്നത് സ്കൂളുകളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ്. ഒരുപക്ഷെ ആസ് എ ഹ്യൂമൻ ബീയിങ് എന്നെ നർച്ചർ ചെയ്തതിന് ഒരുപാട് ഒരു കാലഘട്ടത്തിന് വലിയൊരു പങ്കുണ്ട്. ഞാനത് എന്നും ഹൃദയത്തോടെ ചേർത്ത് വയ്ക്കുന്നു. അദ്ദേഹത്തോട് വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ അത് എന്നും ചേർത്ത് വയ്ക്കുന്നൊരു കാര്യമാണ്. നേരത്തെ നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ പ്രസംഗമൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. കാരണം നിങ്ങൾ വലിയ വലിയ കഥകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞിട്ട് അവിടെ വൻ ചർച്ചകളിൽ, കാരണം നിങ്ങളുടെ ഈ ശബ്ദം ഇങ്ങനെ നമുക്ക് കേൾക്കാം, വേറെ എന്തൊക്കെയോ ചർച്ചകൾ അവിടെ നടക്കുന്നത്. എന്തൊക്കെയാണ് നിങ്ങളുടെ ചർച്ചകൾ? എല്ലാവർക്കും സുഖമല്ലേ? വലിയ പാട് തന്നെ, ഒരു എനർജിയൊന്നും ഇല്ല. ഇതാണോ നിങ്ങളുടെ എനർജി? സുഖമല്ലേ?
തീരെ എനർജി പോരാ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ലാരും? കഴിച്ചില്ല? കഴിച്ചോന്ന് കഴിച്ചില്ല എന്നാ? കഴിച്ചു. എന്ത് കഴിച്ചു? എല്ലാവരും ചോറാണ് കഴിച്ചാൽ? ബിരിയാണി കഴിച്ച ആരെങ്കിലും ഉണ്ടോ അതിനകത്ത്? ആരും ഒരാളവിടെ കഴിച്ചല്ലോ. മോള് ബിരിയാണി കഴിച്ചോ? സമ്മതിച്ചില്ല? സത്യം പറഞ്ഞ? ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വിളിക്കും സ്റ്റേജിലേക്ക്. നിങ്ങൾക്കൊക്കെ തരാതെ ബിരിയാണി കഴിച്ചിട്ട് അവിടെ വന്ന് ഒളിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ സ്കൂളിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? അത് കേൾക്കട്ടെ. എന്താണ് ഇഷ്ടമാണോ നിങ്ങളുടെ സ്കൂള്? നിങ്ങളുടെ സ്കൂളിനെ കുറിച്ച് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? നിങ്ങളുടെ പ്രിൻസിപ്പളിന്റെ കൈ ഒടിഞ്ഞിരിക്കുന്നത്, നിങ്ങളെ പുറകെ ഓടിയിട്ടാണ് ഇപ്പോൾ പാവം മറിഞ്ഞു വീണത്. ആണോ? അല്ല, നിങ്ങൾ അങ്ങനെയൊന്നുമല്ല, നല്ല കുട്ടികളാണല്ലേ. ഒരു സൈഡിൽ നിന്ന്, ആ സൈഡിൽ നിന്ന് മാത്രമേ കേൾക്കുന്നുള്ളൂ. നിങ്ങളാരും നല്ല കുട്ടികളല്ലേ? ആ, ഓക്കെ, അത് സന്തോഷമുള്ള കാര്യം. അപ്പോൾ എന്നും നിങ്ങൾ ഈ നല്ല കുട്ടികളായിട്ട് തന്നെ ഇരിക്കുക. വളരെ ഇതിൽ നന്നായി പാട്ട് പാടുന്ന ആരാ ഉള്ളത്? അന്ന നന്നായി പാടും. അന്നയ്ക്ക് വന്നേ. അന്നയ്ക്ക് ഒരു കൈയടി കൊടുക്കും. നിങ്ങളാരും കൈയടിക്കുന്നില്ലല്ലോ. അന്ന മോളെ +2-ലാണ്. ഏതാ? ഹ്യൂമാനിറ്റീസോ? ഹ്യൂമാനിറ്റീസിൽ പഠിക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ടെറർ ആൾക്കാരെന്നാണ് നമ്മളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ. നമ്മൾ എവിടെ? വീടെവിടെ? മൈക്കെടുത്തോ. നന്നായിട്ട് പാട്ട് പാടും. അങ്ങോട്ട് നിന്നോ, എല്ലാവരും ഒന്ന് കാണട്ടെ. അന്നെ കൊണ്ട് നമുക്കൊരു പാട്ട് പാടിപ്പിക്കാം അല്ലേ? അപ്പം നമുക്ക് ആ ഒരു നിങ്ങളുടെ കുറച്ചു നേരം ഈ പ്രസംഗം കേട്ടതിൻ്റെ ഒരു സംഗതി മാറി കിട്ടും അല്ലേ? അന്ന പാട്ട് പാടണമെങ്കിൽ മാത്രം നിങ്ങൾ കൈയടിച്ചാൽ മതി. അന്നയ്ക്ക് പേടിയുണ്ടോ? വിറയ്ക്കുന്നോ? എന്തിനു വിറയ്ക്കുന്ന? വിറയ്ക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് പാടി. ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ആരാധികയാണ് പാടാൻ പോകുന്നത്. നല്ല മനോഹരമായ പാട്ടാണ്. ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ആരാണ്? മഞ്ഞുപോലും പെൺകുട്ടിയിൽ അഭിനയിച്ചിരിക്കുന്ന ആരാന്ന് അറിഞ്ഞൂടാ, പക്ഷെ സൗകര്യം അറിയാം അല്ലേ? നിങ്ങൾ മഞ്ഞുപോലും പെൺകുട്ടി കണ്ട എത്ര ആൾക്കാരുണ്ടോ ഇനി കൂടുതൽ? ഒരാൾ മാത്രം കൈ പൊക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ചേച്ചി കണ്ടിട്ടുണ്ട്. ഓക്കെ, ടീച്ചർ കണ്ടോ? ടീച്ചർ നമ്മളൊക്കെ ഏകദേശം ഒരേ പ്രായമായിരിക്കണം. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ? അപ്പൊ ആരാധിക്കാം. അപ്പൊ നല്ലൊരു കൈയടി കൊടുത്തേ പാടട്ടെ. പിടയുന്നോരെന്റെ ജീവനിൽ കിനാവു തന്ന കൺമണി നീലെങ്കിലെന്നിലെ പ്രകാശമില്ലിനി മിഴിനീരു പെയ്ത മാരിൽ കെടാതെ കാത്ത് പുഞ്ചിരി നീ എന്നൊരാ പ്രതീക്ഷയിൽ എരിഞ്ഞ പുൻതിരി മനം പകുത്തു നൽകിടാം, കുറുമ്പ് കൊണ്ടു മൂടിടാം, അടുത്തു വന്നിടാം, കൊതിച്ചു നിന്നിടാം, വിരൽ കൊരുത്തിടാം, സ്വയം മറന്നിടാം. ഈ ആശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞരികെ ഞാൻ വരാം. എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാനുള്ളു നിറയാൻ ഒഴുകി
നന്നായി പാടി മോളെ, മനോഹരമാണ്. പാട്ട് പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ടോ പാട്ട്? പഠിക്കുന്നുണ്ടോ പാട്ട്? അതെന്താ നിർത്തിയത്? അങ്ങനെ മടിക്കരുത്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ പറഞ്ഞ് എൻ്റെ അടുത്ത് വീണ്ടും ക്ലാസ്സിൽ പോകാൻ പറയണം കേട്ടോ, പാട്ടിൻ്റെ കേട്ടോ. പഠിക്കണം, പഠിക്കാതിരിക്കരുത്. നന്നായി പാടുന്നു, വളരെ മനോഹരമായി പാടുന്നു. ഒരു കൈയ്യടിയും കൂടെ കൊടുക്കണം. ഇവിടെ മിമിക്രി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുണ്ട്? ആരാ? വാ 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 വാ. ഇതൊക്കെ അല്ലേ നമുക്കൊരു സന്തോഷം. വാ വരൂ, പറഞ്ഞു കൊടു ഇങ്ങോട്ട്. വാ കേക്കട്ടെ. നമ്മള് നെടുമങ്ങാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ഭയങ്കര കിടിലൻ കുട്ടികളാണെന്നുള്ളത് എല്ലാവരും അറിയട്ടെ അല്ലേ? വരില്ല? ഓ വാ വാ. നിങ്ങൾ ആര് കൈ എന്ന് മാങ്ങ തുടങ്ങിയാൽ പോയിരിക്കണം. എടുത്തോ വാങ്ങിക്കാൻ. മിമിക്രി ചെയ്യും. എന്ത് ചെയ്യും? സൗണ്ട്. ഓക്കെ. ബേബി ശാലിനി ചെയ്യും. ആണോ? പിന്നെ ആരൊക്കെ ചെയ്യും? നമിത പ്രമോദ്. ആണോ? അത് ശരി. അതൊന്ന് കേൾക്കാം അപ്പം അല്ലേ? ഒരു 2 മിനിറ്റ് കൂടെ എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ കേൾക്കാം നമുക്ക്. ആദ്യമായിട്ട് ബേബി ശാലിനി. ബേബി ശാലിനി. കൈ അടിക്കുന്നില്ല. നിങ്ങൾ ആരും ഈ ഗേറ്റ് ഒന്ന് തന്നേരോ? പോലീസാരാ? നല്ല പോലീസല്ലേ? പ്ലീസ് ഈ ഗേറ്റ് ഒന്ന് തന്നേരോ? കള്ളം പറഞ്ഞ കണ്ണു പൊട്ടും. നല്ല പോലീസല്ലേ? ഈ ഗേറ്റ് ഒന്ന് തന്നേരോ പ്ലീസ്. അടിപൊളി. അടുത്ത നമിത പറഞ്ഞു. ഓക്കെ. പോസ്റ്റ് ചെയ്തില്ലേ? ഇത്ത കാര്യത്തിൽ തീരുമാനമാട്ടെ. പോലീസ് യൂണിഫോം ഒക്കെ ഇട്ട് എന്റെ മുന്നിൽ വന്ന് നിൽക്ക്. അപ്പതേ നമുക്ക് ഈ ഊരൂന്റെ പുറകെ ഇരുന്ന് ദുബായ് കടപ്പുറം വഴി കാലിക്കോടിലേക്ക് പോകാം. അടിപൊളി. ഭയങ്കര സൗണ്ട് കേട്ടോ. ഞാനിതൊന്നും കാണാതെ പോയിരുന്നെങ്കിൽ എനിക്ക് അത് ഭയങ്കര സന്തോഷം. കാരണം ഇനി വേറെ ആരാ? സിംഗർ. ഓക്കെ. എല്ലാവർക്കും വണക്കം. സാറിനറിയോ, ഞാൻ മലയാള സിനിമയില് ഒരു സിനിമ കണ്ട്. ആ സിനിമയുടെ പേരെന്ന് ഉള്ളൊഴുക്ക്. ആ സിനിമ കണ്ടപ്പോ എന്റെ കല്യാണ ജീവിതത്തെ കുറിച്ച് ആലോചിച്ച് എനിക്ക് ഛർദ്ദിക്കാൻ വരെ വന്നു. അടിപൊളി. രക്ഷയില്ല. ഭയങ്കര പെർഫെക്ഷൻ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെർഫെക്ഷൻ. ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ വേറെ ആരെങ്കിലും വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആരാ എന്താ പറഞ്ഞോ? ആരാ? നമ്മൾ ജീവിതത്തിൽ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം എന്തറിയോ? എന്തെങ്കിലും പറയാൻ തോന്നി കഴിഞ്ഞാൽ അത് ധൈര്യമായിട്ട് എന്തെന്ന് ഉറക്കെ പറയുക എന്നുള്ളതാണ്. പറഞ്ഞോ? പറയൂലേ? എന്നെ തെറി വിളിച്ചാണോ? അല്ല മോളെ. അടുത്തത് സായി പല്ലവി. ഓക്കെ. സായി പല്ലവി ഇഷ്ടമുള്ള ആൾക്കാർ ഉണ്ട് ഇവിടെ? ശരി. എന്നെ ഇഷ്ടമുള്ള എത്ര പേരുണ്ട് ഇവിടെ? ഈടാ. എന്നാ പിന്നെ സായി പല്ലവി വിളിച്ചോണ്ടോ? ഞാൻ പോകുന്നു. എന്നെ ഇഷ്ടമുണ്ടോ? ഇഷ്ടമല്ലേ? ഉണ്ടാ? ഒരു ഊർജ്ജം പോരാ. എന്നാലും சரி சாய் பல்லவி கேட்கலாம். என் பேரு சொன்ன உன் பேரு? நீங்க நைட்ல தானே சுத்து போடுவோம். இந்த ரோட்ல எல்லாம் தைரியமா இருக்கணும்னா இந்த ரேங்கிங் எல்லாம் போய் பரவாயில்ல. சரியா? അടിപൊളി. തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യണം. ഇവിടെ കോമ്പറ്റീഷൻ പങ്കെടുക്കാറുണ്ട്. അപ്പം എല്ലാവിധ ആശംസകളും അടിപൊളിയായി വരട്ടെ കേട്ടോ. ഗംഭീരമായി വരട്ടെ. നല്ല കൈയടിയൊക്കെ അത്. അപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ഞാനിങ്ങനെ ഒരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കും. കൂടുതൽ സംസാരിക്കുന്നില്ല, നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇനിയും ഒരുപാട് ആൾക്കാർ ഇവിടെ സംസാരിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ചടങ്ങിലേക്ക് വിളിച്ചത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്
നന്ദൻ ഇവിടെ ഉണ്ട്. നന്ദൻ ചിത്രാഞ്ജലിയിലെ മാനേജറാണ്. നന്ദന് വളരെ വർഷങ്ങളായിട്ടുള്ള. അപ്പോൾ നന്ദൻ വിളിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഒരു നോ പറയാൻ പറ്റില്ല. നന്ദനോട് ഞാൻ ആദ്യം ഒരു പ്രത്യേക സ്നേഹത്തിൻ്റെ ഒരു എന്താ പറയുക നന്ദി അറിയിക്കുന്നു. കാരണം ഇങ്ങനെ വന്നതുകൊണ്ടാണ് നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയതും ഇത്രയും കഴിവുള്ള ഒരുപാട് കുട്ടികളെയൊക്കെ കാണാൻ സാധിച്ചതും. അത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. മുന്നോട്ടേക്കുള്ള നിങ്ങളുടെ ജീവിതം വളരെ സ്നേഹമുള്ളതാവട്ടെ, സന്തുഷ്ടമുള്ളതാവട്ടെ, എല്ലാം അടിപൊളിയായി മാറട്ടെ. പിന്നെ ഒരു കാര്യം മാത്രം, നിങ്ങളുടെ ജീവിതത്തിലേക്ക്, പക്ഷെ ഞാൻ അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്കൊന്നും പോകുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഈ കഴിഞ്ഞ ദിവസം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഓരോ ഇഷ്യൂസിനെ കുറിച്ച് നിങ്ങൾക്ക് വളരെ വിശദമായി നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ അറിയാമായിരിക്കും. അതിൽ ഒരു കാര്യം മാത്രം ഞാൻ പറയുന്നു. കാരണം നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയ്ക്കുള്ള പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ നല്ലതുമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നമുക്കൊക്കെ സിനിമയുടെ കാര്യങ്ങളും മാർക്കറ്റ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ടൂളായിട്ട് നമ്മൾ ഉപയോഗിക്കും. പക്ഷേ ഇതിനൊരു വളരെ മോശം ഒരു വശം കൂടെ ഉണ്ട്. അപ്പോൾ ഒരു മൊബൈലെടുത്ത് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെന്ന് പറയുന്നത് വളരെ വ്യക്തതയുള്ളതാവണം. തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളും നിങ്ങൾ ഇനി ഭാവിയുടെ ഒരു എന്താ പറയുക ഒരുപാട് ഉയരങ്ങളിലേക്ക് നിങ്ങൾ എത്തേണ്ട ആൾക്കാരാണ് നിങ്ങൾ ഓരോ വ്യക്തികളും. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ചിന്തകൾ എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ, അല്ലെങ്കിൽ അത്തരം തോട്ട് പ്രോസസ്സുകൾ ഉണ്ടാവട്ടെ. അപ്പോൾ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, പോട്ടെ ഇവിടെ തന്നെ നിൽക്കട്ടാ. എന്നാൽ പിന്നെ ഞാനിവിടെ ഒരു വീടും വെച്ചിട്ട് ഇവിടെ അങ്ങ് താമസിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവിധ ആശംസകളും ഞാൻ കൂടുതൽ സംസാരിച്ച് പോരടിപ്പിക്കുന്നില്ല. ഓക്കെ, ബൈ. അപ്പോൾ ആർക്കെങ്കിലും ഒരു പാട്ട് കൂടെ പാടണോ? ആദ്യ വല്ലാത്ത പേര് തന്നെ, ഒന്നും മനസ്സിലാവുന്ന പോലുമില്ല. ആദ്യ പറഞ്ഞുകൊണ്ട് വിട്ടാ പോരെ. ഒരു പാട്ട് കൂടെ നമുക്ക് കേൾക്കാം, എന്നിട്ട് ഞാൻ പോവാം. വരുമോ? വരുന്നുണ്ടോ? വരുന്നുണ്ടെങ്കിൽ ഒരു പാട്ട് കൂടെ കേൾക്കാം. ശരി, ഓക്കെ. അപ്പോൾ ഇനി ആ പാട്ടില്ല. അപ്പം നിങ്ങൾ പിന്നീട് ആദ്യയുടെ പാട്ട് പിന്നീട് നിങ്ങൾ കേട്ട് രസിച്ചാൽ മതി. അപ്പോൾ എല്ലാവിധ ആശംസകളും, എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. എന്നെ ഇവിടെ ക്ഷണിച്ചതിന് ഒരിക്കൽ കൂടി എല്ലാവരോടും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രത്യേക ആശംസ അറിയിക്കുന്നതിനായി ബഹുമാനപ്പെട്ട നെടുമങ്ങാട് നഗരസഭയുടെ ഹെൽത്ത് ആൻഡ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ SS ബിജുവിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള അധ്യക്ഷൻ, പിറ്റിയുടെ പ്രസിഡന്റ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ KC സാനുമോഹൻ, നമ്മുടെ ഈ ചിലമ്പ് ഉദ്ഘാടനം ചെയ്ത നഗരസഭയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ C സാബു, ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ മുഖ്യ അതിഥി ചലച്ചിത്രകാരൻ പ്രിയപ്പെട്ട ശ്രീ K കൃഷ്ണൻ, വേദിയിലുള്ള മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി സമീര വിവി, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, വാർഡിൻ്റെ കൗൺസിലർ ശ്രീ T അർജുനൻ, പ്രിൻസിപ്പൽ അനിത ടീച്ചർ, വൈസ് പ്രിൻസിപ്പൽ രമണി ടീച്ചർ, അൻസിൽ, അരുൺ, സജയ് കുമാർ, ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള അധ്യാപകരെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, ഇനിയൊരു പ്രസംഗത്തിനൊന്നും പ്രസക്തിയില്ല. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ചിലമ്പിൽ പങ്കെടുക്കുന്നത്. നിങ്ങൾക്കെല്ലാം കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കാനുള്ള സമയമാണ്. വളരെ നന്നായി നമ്മുടെ മക്കൾ ഇവിടെ വന്ന് പാട്ടുപാടിയതും മിമിക്രി, മോണോക്റ്റൊക്കെ അവതരിപ്പിച്ചതൊക്കെ നിങ്ങൾ കണ്ടതാണ്. ഇപ്പോൾ കലോത്സവമൊക്കെ കഴിഞ്ഞതാണ്. ഇവിടെയെല്ലാം ഈ സ്കൂളിലും സമ്മാനം നേടി. നമ്മുടെ കരിപ്പൂർ സ്കൂളിലും പിന്നെ ഈ കലോത്സവത്തിലെ ഗ്രേഡും 1ാം സ്ഥാനവും എല്ലാം കിട്ടി. എല്ലാ നിലയിലും നമ്മുടെ വിദ്യാഭ്യാസ രംഗം വളരെ മികവോടുകൂടി മുന്നോട്ട് പോവുകയാണ്. ഭൗതിക സാഹചര്യങ്ങൾ മാത്രമല്ല, അക്കാദമിക് നിലവാരവും മാറുകയാണ്.
ഇവിടെ നിങ്ങൾക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രി മുതൽ പിന്നോട്ടുള്ള എല്ലാ മന്ത്രിമാരും അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ പൊതുപ്രവർത്തകരായാലും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാലും എല്ലാം ഒരു മനസ്സോടു കൂടിയാണ് ഈ സ്കൂളിൻ്റെ എല്ലാ നിലയിലുമുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എല്ലാ സഹായവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ നിങ്ങളെല്ലാവരും തന്നെ കൂടുതൽ മികവോടി മുന്നോട്ട് പോകണം. നമ്മുടെ നാടിനെ സംരക്ഷിക്കേണ്ടത് നിങ്ങളാണ്. ആ മനസ്സുമായി നന്മയും സ്നേഹവുമായി നിങ്ങളെല്ലാം വളർന്നു വരണം. ഈ ചിലമ്പിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ഈ പരീക്ഷകളൊക്കെ വരുമ്പോഴും മികവ് തെളിയിക്കാനും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസ പറയുന്നത് നമ്മുടെ സ്കൂളിൻ്റെ MPTA പ്രസിഡന്റും നെടുമങ്ങാട് നഗരസഭയുടെ ഇപ്പോഴത്തെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ശ്രീമതി സബീന അജീവനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഉദ്ഘാടകൻ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സാബു, അടുത്ത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ എസ് ബിജു, ഈ വാർഡിൻ്റെ കൗൺസിലർ ടി അർജുനൻ, സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ നിതായസ് നായർ, വെച്ചം, വേദിയിലിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെ, PTA പ്രസിഡന്റ് പറഞ്ഞതുപോലെ കൂടുതൽ സംസാരിച്ച് യോഗത്തിന് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നില്ല. ഈ യോഗത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി നമ്മുടെ വാർഡിൻ്റെ കൗൺസിലർ ശ്രീ ടി അർജുനൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, PTA പ്രസിഡന്റ്, അതുപോലെ ഇത് ഉദ്ഘാടനം ചെയ്ത എൻ്റെ സുഹൃത്ത് സാബു, നമ്മുടെ വിശിഷ്ടാതിഥി സിനിമാ നടനുമായ ജയകൃഷ്ണൻ, SS ബിജു, സബീന, അതുപോലെ HM പ്രിൻസിപ്പാൾ അൻസിൽ ഉൾപ്പെടെ ബഹുമാന വിദ്യാർത്ഥികളെ, അധ്യാപകരെ, രക്ഷകർത്താക്കളെ, വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇവരെല്ലാം പറഞ്ഞതുപോലെ ഞാനും കൂടുതലായിട്ടൊന്നും പ്രസംഗിക്കുന്നില്ല, ഒന്നും പറയുന്നുമില്ല. കാര്യം കഴിഞ്ഞ 2-3 തവണ എല്ലാ തവണയും ഞാൻ ഈ സ്കൂളിൽ എല്ലാ കാര്യത്തിലും പങ്കെടുക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ വിലയേറിയ സമയം നമ്മളാരും അപഹരിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഞാനോട് നിർത്തുന്നു. സ്കൂളിലെ SMC ചെയർമാൻ ശ്രീ അൻസിലിനെ ക്ഷണിക്കുന്നു. സ്കൂൾ വാർഷികത്തിൻ്റെ PTAയുടെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ സാനുമോഹൻ, ഈ ചിലമ്പ് 2026 ഉദ്ഘാടനം ചെയ്ത നെടുമങ്ങാട് നഗരസഭയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ സാബു, നമ്മുടെ മുഖ്യ അതിഥിയായി ഇവിടെ വന്ന് നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ഒരുവിധം പറഞ്ഞു തന്നിട്ടുള്ള നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട ശ്രീ ജയകൃഷ്ണൻ, അതുപോലെ തന്നെ നെടുമങ്ങാട് നഗരസഭയുടെ ഹെൽത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആയിട്ടുള്ള SS ബിജു, അതുപോലെ തന്നെ നമ്മുടെ സഹപ്രവർത്തകയും നമ്മുടെ PTA എക്സിക്യൂട്ടീവ് അംഗവും നെടുമങ്ങാട് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണുമായിട്ടുള്ള ശ്രീ സബീന ബീബി, അതുപോലെ തന്നെ ഈ യോഗത്തിന് സ്വാഗതം പറഞ്ഞ സ്കൂളിൻ്റെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ നിത ടീച്ചർ, അതുപോലെ നമ്മുടെ ഈ സ്കൂളിലിരിക്കുന്ന സ്ഥലത്തിൻ്റെ വാർഡ് കൗൺസിലറായിട്ടുള്ള ടി അർജുനൻ, നമ്മുടെ സ്കൂളിൻ്റെ HM രമണിമോൾ ടീച്ചർ, അതുപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വന്ന് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്ന SMCയുടെ അംഗമായിട്ടുള്ള ശ്രീ നജി, അതുപോലെ തന്നെ സ്റ്റാഫ് സെക്രട്ടറി സജയകുമാർ സാർ. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യകതയില്ല. എല്ലാവർക്കും നമുക്ക് ഒത്തൊരുമിച്ചോടുകൂടി ഈ വൈകുന്നേരം ഈ സായാഹ്നം ഒത്തൊരുമിച്ച് നമുക്ക് അടിച്ചു പൊളിക്കാം. എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി നമ്മുടെ PTA വൈസ് പ്രസിഡന്റ് ആരോടും നജിയൊന്നും സംസാരിക്കുന്നില്ല എന്ന് പറയുന്നു. അടുത്തതായി സമ്മാനദാനമാണ്. അതിനായി ബഹുമാനപ്പെട്ട നമ്മുടെ ഗസ്റ്റിനെ ക്ഷണിക്കുന്നു. അദ്ദേഹം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ എനിക്കൊന്ന് വളരെ നന്നായി പാടും, നന്നായി പെർഫോം ചെയ്യും, ഒരു വലിയ നടനാണ്. ഒരുപക്ഷെ നമ്മൾ സാധാരണ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ പ്രോഗ്രാമിനെ ഒരു നല്ല നിലയിലെത്തിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹത്തെ സമ്മാനം നൽകുന്നതിനായി വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. നമ്മുടെ സ്കൂളിൽ നിന്നും പ്രവൃത്തി പരിചയമേളയിൽ പോസ്റ്റർ ഡിസൈനിങ്ങിൽ സംസ്ഥാന തലത്തിൽ A ഗ്രേഡ് നേടിയ ഗൗരി നന്ദ RS.
2026 സംസ്ഥാന സ്കൂൾ കലോത്സവം, ഇപ്പോൾ നടന്ന സ്കൂൾ കലോത്സവം ഭരതനാട്യം ഹയർ സെക്കൻഡറി വിഭാഗം സംസ്ഥാന തലത്തിൽ മികവ് തെളിയിച്ച കൃഷ്ണ ബി നായർ. കൃഷ്ണ ബി നായർ. വിദ്യാരംഗം കലാസാഹിത്യവേദി സംസ്ഥാന സർഗോത്സവത്തിൽ പുസ്തകാസ്വാദനം മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച അനാമ ഫാത്തിമ AS, അമാന ഫാത്തിമ AS, അമാന ഫാത്തിമ AS. വിദ്യാരംഗം കലാസാഹിത്യവേദി സംസ്ഥാന സർഗോത്സവം കാവ്യാലാപനം പങ്കെടുത്ത പൂർണ്ണ NMMS സ്കോളർഷിപ്പ് നേടിയ നാദിയ ഫാത്തിമ S, ഫാത്തിമ നൗറി RH, NMMS നേടിയ ഫാത്തിമ നൗറി RH. NMMS സ്കോളർഷിപ്പ് നേടിയ ദേവിക SA, ദേവിക SA. ഗൗരി JR, ഗൗരി JR. NMMS സ്കോളർഷിപ്പ് നേടിയ മേഘ്ന AS, മേഘ്ന AS. SSLC ഫുൾ A+ നേടിയ അർച്ചന SS, അർച്ചന SS. പാർവതി AS, SSLC ഫുൾ A+, പാർവതി AS. ആ കുട്ടികളെല്ലാം മുൻനിരയിലേക്ക് വരണേ. ദിയ VS, SSLC ഫുൾ A+. ദുർഗ SL, ദുർഗ SL. അക്ഷിമ AR, അക്ഷിമ AR. സജിന SS, നന്ദന പ്രസന്നൻ, നന്ദന പ്രസന്നൻ. ശ്രീനിധി രാജ്, ശ്രീനിധി രാജ്. ദേവിക കൃഷ്ണ D, കാർത്തിക NS. കൈയടിച്ചൊന്ന് പ്രോത്സാഹിപ്പിക്കണേ സമ്മാനം വായിക്കുന്നവരെ. ദിയ ഫാത്തിമ N, ദിയ ഫാത്തിമ N. ആതിര S, കാർത്തിക MB, കാർത്തിക MB. ഫൈസ S, ഫൈസ S. രൂപിക S, ടീമ ടിങ്കിൾ, ടീമ ടിങ്കിൾ. വിസ്മയ BU, ഭാഗ്യ ചന്ദ്രൻ, ഭാഗ്യ ചന്ദ്രൻ.
ആനി എസ്, ആനി എസ്, തീർത്ഥ സജീവ്, തീർത്ഥ സജീവ്, ലക്ഷ്മി എസ്, നന്ദന എസ് എസ്, നന്ദന എസ് എസ്, മഹാലക്ഷ്മി ഡി, ആര്യനന്ദ എസ്, SSLC ഫുൾ A+ നേടിയ കുട്ടികൾക്കുള്ള സമ്മാനദാനമാണ് നടക്കുന്നത്. ശ്രീലക്ഷ്മി AS, ഫാത്തിമ സജാദ്, ദേവനന്ദിനി SR, ഹന ഫാത്തിമ, ഹന ഫാത്തിമ, മേഘ എൽ, സാരംഗി എസ്, സാരംഗി എസ്, ദേവനന്ദ RB, അനാമിക AV, അനാമിക AV, അൽഫിയ മുഹമ്മദ്, അൽഫിയ മുഹമ്മദ്, അവനീത AV, പേര് വിളിക്കുന്നവർ പെട്ടെന്ന് മുന്നോട്ട് വരണേ. അക്ഷര എസ് പ്രശാന്ത്, വൈദേഹി NS, സഞ്ജു AS ദേവ്, പാർവതി ബിജു, സ്വാതി ND, സ്വാതി, ആലിയ M, ആലിയ M, പാർവതി BS, സഭ ഫാത്തിമ, ഫരീദ ഫർസാന, ഫരീദ ഫർസാന, ദേവനന്ദ SK, സൽവ NS, സൽവ NS, മയൂഖ MS, സുഹാന ഫാത്തിമ SS, വൈഗ ആഘോഷ്, അരുണിമ AP, ആർദ്ര റാഫേൽ, അർഷിത NJ, ആഭിയ ഖാൻ, ആഭിയ ഖാൻ, വൈഗ PS, ആവണി RS,
നന്ദന സുജിത്, ഉമുൽ ഫിദ, ദേവിശ്രീ, അഞ്ജന ആർ പി, അഭിരാമി ആർ, പൂജ എ പി, ശ്രുതി ബി, അനഘ എസ്, നേഹ ഡി ആർ, അശ്വിനി എസ് എസ്, ഷഹീന എസ്, ദിയ ജെ എസ്, ദേവിക ജെ എസ്, അൻസിയ എസ്, അനഘ ബി എ, ആതിര പ്രകാശ് എസ്, ദിയ ഫാത്തിമ ജെ കെ, സൗഭാഗ്യ സന്തോഷ്, നബീഹ എം ആർ, അനൂപ ജസ്റ്റിൻ, അന്ന മരിയ, ലക്ഷ്മി ശ്രീ എസ് ആർ, സുദക്ഷണ വി ബി, അടുത്തതായി USS സ്കോളർഷിപ്പിൽ അർഹത നേടിയ കുട്ടികൾക്കുള്ള സമ്മാനദാന ചടങ്ങാണ്. ഐറ ഷാൻ എസ്, അളകനന്ദ AS, സൂര്യകാന്തി എസ്, അമാന ഫാത്തിമ AS, ശിവനന്ദ AS, ദിയ നാഷ്, സന ഫാത്തിമ ആർ, അടുത്തതായി സന ഫാത്തിമ ആർ, അവന്തിക രതീഷ്, ദിയ ദിനേഷ്, അസ്ന അൻസിൽ, അധീന ബി എച്ച്, ശ്രീനിധി നടേശൻ, ദൃശ്യ എ ജെ,
ദക്ഷ RD, ആവണി അനിൽ, വൈഗ MS, അമേയ പ്രമോദ്, ദേവമിത്ര AS, കൃഷ്ണേന്ദു SB, ഫാത്തിമ ഫർസാന S, ഭവ്യ S ബിനു, ഐഗ, ഗൗരി കൃഷ്ണ AG, ഗൗരി കൃഷ്ണ I, നദീന ഫാത്തിമ, അനിജ S, വൈഗ കവി, സൈന ഫാത്തിമ and ഋതുനന്ദ. ശ്രദ്ധിക്കുക, ഹയർ സെക്കൻഡറി ഭാഗം ഫുൾ A+ കിട്ടിയ കുട്ടികളുടെ മൊമെന്റുമാണ്. ആദ്യമായി നിധി S നായർ, അലീന PR, ആലിയ ഹുസൈൻ, ദേവനന്ദ LR, അഫീഹ ജബീൻ NS, അസിൻ ഷബീർ, അമൃത ചന്ദ്രൻ,
BS, Nandana BS, Nivedya Krishnan, Asna Fatima R, Vaishali S, Shahnaz T, Asna Sudhir, Trisha S.A, Rabita Lakshmi BR, അടുത്തതായി അതുല്യ A, ലക്ഷ്മി പ്രഭ, ഹിബ ഫാത്തിമ, ആഫിയ SS, ഭദ്ര B, ആഫിയ SS, ആർദ്ര RV, ഫാത്തിമ R, ആമിന സലിം, S, സലിം, ആർദ്ര RV, ഫർഹാന NS, ജാനകി പ്രശാന്ത്, ഫർഹാന SS, ജാനകി പ്രശാന്ത്, അശ്വിനി AS, ദേവി JR, ശിവാനിയ MS, ഗൗരി ലക്ഷ്മി പാർവതി and ജിൻസി രാജ്. ശ്രദ്ധിക്കുക, ഈ വർഷം സംസ്ഥാനതല കായികമേളയിൽ സമ്മാനങ്ങൾ കിട്ടിയവരെ മാത്രമാണ് വിളിക്കുന്നത്. പങ്കെടുത്തവർക്കല്ല, സമ്മാനം കിട്ടിയവർ മാത്രം. ഏകദേശം 41 കുട്ടികളുണ്ട്. അവർ മുന്നോട്ട് വരിക. കാവേരി, പേര് വായിക്കുന്നവർ മുന്നോട്ട് വരണേ. കാവേരി. വൈഗ SV,
ഷാക്കിറ, അനന്യ ബി എസ്, മേഘ, അൽഫ, അരുണിമ, ദേവനന്ദ എസ് ഡി, മാർവ, രോഷ്ന, അഭിരാമി എച്ച് എൽ, ഫിദ, അഞ്ജന, പൂജിത, വൈഗ എസ് വി, നിരഞ്ജന എൻ ആർ, നൈഫ, ഫസീല എസ് എസ്, അപർണ എം എ, റാബിയത്ത്, സൽമ, ഹരിനന്ദന, ഫാത്തിമ സജാദ്, അവന്തിക, ആർച്ച, ലക്ഷ്മി, അഞ്ജന, ആരഭി, ആര്യ രാജേഷ്, ഭവ്യ, ശിവനന്ദ, ദിയ ജെ, നവ്യ, പാർവതി, പൂജ, ആമിന റഹ്വ, മിഥുല, അനന്മയ, ആമിന, വൈഷ്ണവി ബി എ, ശ്രേത, ശ്രദ്ധ ബി എസ്, SSLC full A+, തീർത്ഥ സജീവ്,
ശ്രീമതി രമണി മുരളിയെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഉദ്ഘാടന യോഗത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ആകാംക്ഷയോടെ വാർഷികാഘോഷങ്ങൾ കാണുന്നതിന് വേണ്ടി റെഡിയായിരിക്കുകയാണ്. നമ്മുടെ സ്കൂളെന്ന് പറഞ്ഞാൽ മറ്റ് സമീപ സ്കൂളുകളെ വെച്ച് നോക്കുമ്പോൾ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെൻറ് സ്കൂളാണ്. അപ്പോൾ മറ്റ് സ്കൂളുകളിലൊന്നും ഈ വാർഷികം ആഘോഷിക്കുന്നതായി കാണുന്നില്ല. നമ്മുടെ സ്കൂളിൽ സ്കൂൾ വാർഷികം മാത്രമല്ല, ഓണാഘോഷ പരിപാടിയായാലും ക്രിസ്മസ് പരിപാടിയായാലും ന്യൂ ഇയർ പരിപാടിയായാലും കുട്ടികളുടെ ഫെയർവെൽ പരിപാടികളായും വളരെ അടിപൊളിയായി ആഘോഷിക്കുന്നുണ്ട്. മറ്റ് സ്കൂളുകളിലെ കുട്ടികൾക്കൊന്നും, അതായത് സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊന്നും കിട്ടാത്തൊരു ഭാഗ്യമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ നെടുമങ്ങാടിൻ്റെ ഹൃദയഭാഗത്ത് നെടുമങ്ങാടിനെ തിലകക്കുറി ചാർത്തിക്കൊണ്ട് വിളങ്ങുന്ന ഒരു സരസ്വതി ക്ഷേത്രമാണ് നമ്മുടെ വിദ്യാലയം. ഈ വിദ്യാലയത്തിൻ്റെ ഒരു ഗണികയായിരിക്കാൻ കഴിയുന്നു എന്നതിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ ഓരോരുത്തരും കുറേ ദിവസങ്ങളായി പ്രാക്ടീസ് ചെയ്ത് പാട്ടും നൃത്തവും ഒക്കെ ആയിട്ട് അവതരിപ്പിക്കുവാൻ റെഡിയായിരിക്കുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ ഈ ഒരു വാർഷികം ഇവിടെ നടത്തുന്നതിന് വേണ്ടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ ഒരുപാട് അധ്വാനിച്ച നിരവധി പേരുണ്ട്. ഓരോരുത്തർക്കും നന്ദി പറയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷനായിരിക്കുന്നത് നമ്മുടെ സ്കൂളിൻ്റെ ആരാധനായ PTA പ്രസിഡന്റ് ശ്രീ സാനുമോഹൻ സാറാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, നമ്മൾ ഇന്നിവിടെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ നട്ടലായി നെടുംതൂണായി പ്രവർത്തിക്കുന്ന ഏക വ്യക്തി നമ്മുടെ PTA പ്രസിഡന്റ് തന്നെയാണ്. ഇന്നിവിടെ ഒരു വാർഷികം നടക്കുന്നതിനും നമുക്ക് ഒരു വളരെ തിരക്ക് പിടിച്ച സമയത്തിനിടയിൽ ഇവിടെ എത്തിച്ചേർന്ന ഒരു ഗസ്റ്റിനെ ജയശങ്കറിനെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നിക്കുകയും ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ PTA പ്രസിഡന്റിന് സ്കൂളിൻ്റെ പേരുള്ള നന്ദി ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് ഇവിടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേർന്നത് നെടുമങ്ങാട് നഗരസഭയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ ശ്രീ സാബു സാറാണ്. സാബു സാറ് നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളോടൊപ്പം തോളോട് തോൾ ചേർന്നെന്ന് എൻ്റെ സ്കൂളിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് സ്കൂളിൻ്റെ പേരുള്ള നന്ദി ആദരവോടെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് വിശിഷ്ട ആതിഥ്യം നൽകുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന് നമ്മുടെ കുട്ടികളെയൊക്കെ വളരെയധികം ഊർജ്ജസ്വലരാക്കി മാറ്റിത്തീർത്ത വളരെ തിരക്ക് പിടിച്ച സമയത്തിനിടയിൽ നമ്മളോട് സമയം ചെലവഴിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ശ്രീ ജയശങ്കറിന് സിനി ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിന് സ്കൂളിൻ്റെ പേരുള്ള എല്ലാവിധ നന്ദിയും ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കൂളിൻ്റെ വാർഡ് മെമ്പർ ശ്രീ അർജുനൻ സാറ്. വളരെ ലാളിത്യത്തിൻ്റെ മുഖമാണ് അദ്ദേഹം. സ്കൂളിൻ്റെ എല്ലാ കാര്യത്തിലും നമ്മളോടൊപ്പം തന്നെയുണ്ട്. അദ്ദേഹത്തിന് എല്ലാവിധ നന്ദിയും ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. നമ്മുടെ ഇവിടെ വന്ന് ചേർന്ന നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായ ശ്രീ SS ബിജു സാറ്, അതുപോലെ തന്നെ പൊതുമരാമത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശ്രീമതി സബീന, PTA വൈസ് പ്രസിഡന്റ് ശ്രീ അരുണ്, SMC ചെയർമാൻ ശ്രീ അൻസിൽ, ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഈ ഒരു ആഘോഷം വളരെ ഗംഭീരമാക്കി മാറ്റുന്നതിന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇതിൻ്റെ കൺവീനറായ ശ്രീമതി ജയശ്രീ ടീച്ചർ, കോ കൺവീനേഴ്സായ സംഗീത ടീച്ചർ, റീന ടീച്ചർ, അവരോടുള്ള നന്ദിയും ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. ഇതുവരെയും അപശബ്ദങ്ങളൊന്നും കൂടാതെ തന്നെ ഈ സദസ്സിനെ ഈ ഓരോരുത്തരുടെയും സംഭാഷണം വീക്ഷിച്ചുകൊണ്ടിരുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദി ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. പിന്നെ ബാക്കി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ട്, നമ്മുടെ സ്റ്റേജ് ഇവിടെ നന്നായിട്ട് ഒരുക്കി തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരും കർട്ടൻ അറേഞ്ച് ചെയ്ത് തന്നവർക്കും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ ഞാൻ വിട്ടുപോയി. നമ്മുടെ പ്രിയങ്കരിയായ സ്വാഗത പ്രസംഗ പ്രിൻസിപ്പലാണ്. പല സന്ദർഭത്തിൽ നമുക്ക് അങ്ങനെയൊക്കെ പറ്റാറുണ്ട്. സദയം സോറ് ചോദിക്കുകയാണ്. ഈ സ്കൂളിൻ്റെ അതായത് എല്ലാ ടീച്ചറിനെ വിട്ടുപോകുക എന്ന് പറഞ്ഞാൽ ടീച്ചർ തന്നെയാണ് സ്കൂളിൻ്റെ എല്ലാം. കാരണം എല്ലാം നമ്മുടെ വാർഷികാഘോഷത്തിന് ഏതായാലും സ്കൂളിൻ്റെ എല്ലാമായി പ്രവർത്തിക്കുന്ന എൻ്റെ പ്രിയങ്കരിയായ ടീച്ചറിന് എല്ലാവിധ നന്ദിയും ഈ സന്ദർഭത്തിൽ അറിയാം.